ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അമ്മ പോയതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ താഴെ വന്നു. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെക്കണ്ട, ഡോൺ ചേട്ടൻ അപ്പം കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് പട്ടിയുടെ കൂടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതേ വണ്ടിയിൽ കുറച്ച് കട്ടയൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ വന്നപ്പോൾ നമ്മുടെ സൈഡിൽ കിണറിൻ്റെ അവിടെ റെഡിയാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഡൗൺ ചേട്ടൻ ഉള്ളപ്പോഴാണ് വന്നപ്പോൾ വേഗം ഡാഡിനെ വിളിച്ചിട്ട്, കാരണം ഡാഡിയാണത് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഡാഡിയും മോനും കൂടെ അതെടുത്ത് പുറകിൽ കൊണ്ടുവെക്കുകയും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ആ കൂടെല്ലാം കഴുകി, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ച്, മമ്മിക്ക് ഈ സൈഡിൽ വണ്ടി കിടക്കുന്നുണ്ട് അങ്ങനെ വരാൻ പറ്റില്ല, അപ്പം മോസ്റ്റ്ലി ഞാനോ ഡാഡിയോ ആയിരിക്കും വെള്ളം ഒഴിക്കുക. അങ്ങനെ ദേ ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് വന്നപ്പോഴത്തേനും ഡോൺ ചേട്ടൻ ദേ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്, മുണ്ടൊക്കെ കൊടുത്തിട്ട്. ഇന്ന് ഡോൺ ചേട്ടൻ ഫ്രണ്ട് വണ്ടി എടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഷോറൂമിൽ പോവാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വേഷഭൂഷാദികളൊക്കെ ആയിട്ടാണ് പോണത്. എന്നോട് ആദ്യം പറഞ്ഞത് അവിടുത്തെ കഴിയുമ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോകുന്നതാണ്. പിന്നെ ഡോൺ ചേട്ടൻ ഉച്ചയ്ക്കാണ് കേട്ടോ പിന്നെ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പുറകെ നടന്ന് ഫോട്ടോ എടുക്കുകയാണ്, കാരണം ഡോൺ ചേട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. സോ ഞാൻ വേഗം പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ വരുന്നുണ്ട്, അപ്പം ഭയങ്കര സ്റ്റൈലിലൊക്കെ മറ്റേത് വെക്കുകയാണ്, ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് അറിഞ്ഞിട്ടില്ല ഡോൺ ചേട്ടൻ ഇറങ്ങിയത്. അവർ സോഫയിൽ കിടക്കുകയാണ്, ചാക്കോച്ചൻ കാത്തു കാണാണ്, തോമ എന്തോ ചെയ്യാണ്. പാച്ചു റൂമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കി. ഒരു 9:15 ഞാൻ കഴിച്ച് റെഡിയായി. അപ്പോൾ അവർ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞ് കഷ്ണം കുമ്പളങ്ങ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അത് ഒരു മോരുകറിയും വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ കുറച്ച് എല്ലായിട്ടുള്ള കുറച്ച് പീസുകളുണ്ടായിരുന്നു, അതൊരു ചിക്കൻ റോസ്റ്റ് പോലെ ചെയ്യാം, അതിൽ കാര്യം അവസാനിപ്പിക്കാം. പിന്നെ കടലക്കറിയിൽ കടല ബാക്കി കാണും. അങ്ങനെ അതേ ഞാൻ ആദ്യം മോരുകറി റെഡിയാക്കി. പിന്നെ ഇപ്പോൾ പാരലായിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 10:15 തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞത്. ചായ കൊണ്ടുവച്ചിട്ടുണ്ട്. ചായ പച്ചവെള്ളം ആയതിനു ശേഷം കുടിക്കത്തുള്ളൂ, എന്താണെന്നറിയില്ല. തിളച്ച ചായ കുടിക്കാനാണ് ഇഷ്ടം, പക്ഷെ എല്ലാം കഴിഞ്ഞ് വരുമ്പം അത് പച്ചവെള്ളം ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേനും എൻ്റെ ഒരു ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാത്രത്തിൽ നിന്ന് മാറ്റണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇനി ചോറും കൂടെ വെന്താൽ മതി, ഇതേ പാത്രങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പിള്ളേരെ ഞങ്ങൾ ഹോളിലാക്കി, ഞാനും ഡിമ്പിളും പിള്ളേരും കൂടെ അവിടെ ഇരുന്നു. ഡാഡിയും മമ്മിയും ഇന്ന് ചെടി ഒതുക്കലും ഈ പറഞ്ഞ പോലെ കട്ട കൊണ്ടുവന്ന് ഒതുക്കി വെക്കുകയും ഒക്കെ ആയിട്ട് അവരും പോയിട്ടോ. അപ്പോൾ പിള്ളേർ എന്താ പറയുക, രാവിലെ വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ വൈകുന്നേരം അതുങ്ങൾക്കൊക്കെ ഇളകി എന്നുള്ളതാണ് കേട്ടോ കാര്യം. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തറയിൽ കിടന്ന് TV കാണുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചാക്കോച്ചന് ഇഷ്ടം കേട്ടോ. അപ്പോൾ അവൻ ആസ്വദിച്ച് കാണുകയാണ്. അവന് നമ്മുടെ മിസ്റ്റർ ബട്ട്ലറിനകത്ത് രാരവേണു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ വെച്ച് കൊടുത്താലും വളരെ ഹാപ്പി ആയിട്ടത് അവൻ കേൾക്കും, ആസ്വദിക്കും, ഡാൻസ് കളിക്കും. അപ്പോൾ ഞാൻ പറയും ഫസ്റ്റ് സ്കൂളിൽ പോയിട്ട് മിക്കവാറും നിനക്കിത് ആദ്യം കിട്ടുന്ന ഡാൻസ് ആയിരിക്കും കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി ചെടി നനയ്ക്കാനും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ നമ്മുടെ റോസിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ, 2-3 വാടി കുറച്ചൊക്കെ പിടിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് 2-3 പൂവിട്ടു. അപ്പോൾ ഇത് അടുത്ത ചെടിയിൽ ആദ്യമായിട്ട് വന്ന മുട്ടാണ് കേട്ടോ. അപ്പം ആദ്യം എന്നെ ഒന്ന് നിരാശപ്പെടുത്തിയെങ്കിലും എൻ്റെ നിരാശ കണ്ടിട്ടാണോ എന്നറിയില്ല, അവർ വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പുല്ലുകൾ മാറ്റി നടുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുല്ലുകൾ ഒന്നൊന്ന് നട്ട് നോക്കി, പിടിച്ചു എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറൊരു ചട്ടിയിലും കൂടെ വെച്ചു കേട്ടോ. പിടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല. അപ്പോൾ ഇത് പുതിയ ചട്ടിയിൽ വെച്ചതാണ്. അപ്പോൾ അതേ നമ്മുടെ റെഡ് റോസ് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇത് കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു, ഇതിനെയൊക്കെ ഇവിടെ നിന്നൊന്ന് എനിക്ക് കൂടുതലും കൊണ്ടുവരുന്നതിനേക്കാളും അയ്യോ പൈസ പോയല്ലോ. കാരണം ഈ ഒരു വലിയ ചട്ടിക്ക് ഒരെണ്ണത്തിന് 200 രൂപ സംതിങ് നമുക്ക് വന്നു. അങ്ങനെ 3 ചട്ടി വലുത് വാങ്ങിച്ചു, അത് ഫുള്ള് ആദ്യം വാടിപ്പോയി. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ തണ്ടുകൾ കാണിച്ചില്ലായിരുന്നു, വാടിയിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വാടിയെങ്കിലും വെള്ളം ഒഴിക്കാൻ പറ്റില്ല, വെള്ളം എല്ലാത്തിനും ഒഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പേരിലാണോ എന്നറിയില്ല, അവർ വളരെ നല്ല കുട്ടികളായിട്ട് തിരിച്ച് വന്ന് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്കറിയില്ല. ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ ചോദിക്കും ഇതിനൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന്, ടെൻഷൻ അടിക്കും. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോൾ 3 പേരും ബെഡ്റൂമിൽ തകർക്കാണ്. പാച്ചു കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനി ഞാൻ തോമനും ചാക്കോച്ചനെ ഉച്ചയ്ക്ക് കയറ്റുമ്പോഴേ കുളിപ്പിക്കുകയുള്ളൂ, കാരണം ഇനി കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. വെറുതെ കുളിപ്പിച്ച് എനിക്ക് 2 പേരെ കുളിപ്പിച്ച് വരുമ്പോഴത്തേനും എൻ്റെ കഴിച്ചതൊക്കെ ദഹിക്കും, അങ്ങനെ ഒരു അവസ്ഥ. അപ്പം ഞാൻ
ഉച്ചയായപ്പിന്നെ ഒരു മണിയായപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേനും ഡോൺ ചേട്ടൻ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എത്തി. അപ്പോൾ ചാക്കോ അപ്പോൾ വന്നേ അവനെ എല്ലാവരെയും റിസീവ് ചെയ്യാൻ നിൽക്കും കേട്ടോ. അത് ഈവൻ ഡാഡി വന്നാലും ശരി, ആര് വന്നാലും അവൻ ആ ഫിഷ് ടാങ്കിൻ്റെ അവിടെ റിസീവ് ചെയ്യാൻ കാണും. അങ്ങനെ ഡോൺ ചേട്ടൻ ഡ്രസ്സ് മാറിപ്പോയി, തോമ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ഹബ്ബിൽ പോകണമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനെ റൂമിൽ കയറ്റി ലോക്ക് ചെയ്ത്. അപ്പോൾ ഡോൺ ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ ടി വി സ്റ്റാൻഡിൽ എങ്ങനെയാണ്, ബെഡ്റൂമിലുള്ള ടി വി സ്റ്റാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി കയറും. എവിടുന്നാ പൊടി കയറുന്നതെന്ന് എനിക്കറിയില്ല. റൂമൊക്കെ ഇതാണെങ്കിലും പെട്ടെന്ന് പൊടി കയറും. അതൊരു വീക്ക്ലി വൺസ് എല്ലാം എൻ്റെ മേക്കപ്പ് സ്റ്റാൻഡ് അടക്കം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോമു ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചാക്കോച്ചനും ഉറങ്ങി കുറച്ച് നേരം. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ആ ടി വി യൂണിറ്റിൻ്റെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി, അവൻ്റെ ടോയ്സൊക്കെ മാറ്റി ഒന്ന് എല്ലാം ടോയ്സ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് 10 പൈസയ്ക്ക് കാര്യമില്ല, ഒക്കെ വലിച്ചിടും. പിന്നെ ടി വിയുടെ താഴെയുള്ളത് അങ്ങനെ വലിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ദേ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ വെച്ച് തുടച്ചെടുത്തു. ഇതിപ്പോൾ നാളെ നോക്കിയാൽ പിന്നെയും പൊടിയായിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ മേക്കപ്പ് സ്റ്റാൻഡിൽ ആകെ പൊടി പൊടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ തുടച്ച് ഒതുക്കി. ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സ്പയറി ഡേറ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അഥവാ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് ഞാനത് അപ്പം ഡിസ്പോസ് ചെയ്യും. എനിക്കിഷ്ടമില്ലാത്തതിനേക്കാളും കൂടുതൽ പേടിയാണ് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു ടെൻഷനാണ് ഉണ്ടാവും. അങ്ങനെ ഒരു 6 മണി വരെ ഞാൻ റൂമിൽ പിടിച്ചിരുന്നു. അങ്ങനെ ഇതേ പുറത്ത് വന്ന് പിള്ളേരെയും കൊണ്ട് ഞാൻ മുറ്റത്തിറങ്ങി. അവർ കളിക്കുകയും, അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുമായിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേനും ഡാഡി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഡാഡിയും വന്നു. അപ്പോൾ ഡാഡിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അത് സ്കൂട്ടറിന്മേൽ ഇരിക്കുന്നതാണ്, ഞാൻ റിസ്ക് എടുത്ത് ഇടുന്നില്ല. അങ്ങനത്തെ ഗെയിൻ്റെ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്ത് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് അതങ്ങ് കഴിഞ്ഞു. പിന്നെ രാത്രി ഞങ്ങൾ ഡോൺ ചേട്ടൻ വരാൻ കുറേ ലേറ്റായി. വണ്ടി എടുക്കാൻ എവിടെയോ പോയേക്കായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേർക്ക് പിസയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എന്ത് ചെയ്തു, 5:30 ബസ്സിന് പോവാം എന്ന് വിചാരിച്ചിട്ട് എണ്ണീറ്റു. 6:15 കുർബാനയ്ക്ക്. കാരണം 5:40 ആകുമ്പോൾ കറക്റ്റ് നമ്മുടെ വാതിൽക്കൽ കൂടെ ബസ് പോകും. അപ്പം നടക്കേണ്ട ആവശ്യമില്ല. ഒരു ലോഡ് പട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞിട്ട് വേഗം ഇറങ്ങിയിട്ടോ. വെളിച്ചം വന്ന് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ദേ ഇറങ്ങി. അപ്പം സ്ഥിരമുള്ള ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയോട് വർത്താനം പറഞ്ഞൊക്കെ ദേ ബസ് കയറി പള്ളിയിൽ ചെന്ന്, നമ്മൾ ചെല്ലുമ്പോൾ ഒരു കറക്റ്റ് ഒരു ഒരു 3:30 അഗസ്ത്യമൊക്കെ ആവണ സമയത്താണ് എത്തുക കേട്ടോ. അങ്ങനെ ദേ ഊട്ടുതിരുന്നാളിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളി വളരെ ശാന്തമായിട്ടിരിക്കും. പെട്ടെന്ന് ഒരു 6:10 ആകുമ്പോൾ പള്ളി നിറയാം കേട്ടോ. അങ്ങനെ ഞാൻ ദേ തിരിച്ചു വന്നൊരു 8 മണി കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നാളെ കാണാം കേട്ടോ. ആ തിരക്കും കാര്യങ്ങളൊക്കെ